നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖമനേയുടെ വധത്തിന് പ്രതികാരമായി ഇപ്പോൾ ഇറാന്റെ തീക്കളിയിൽ വിറങ്ങലിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. പ്രതികാരമായി ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ വർഷത്തിൽ ഗൾഫ് നാടുകൾ അക്ഷരാർത്ഥത്തിൽ വിറച്ചിരിക്കുകയാണ്. ദുബായിൽ ആഡംബര ഹോട്ടലായ ബുർജ് അൽ അറബിന് തീപിടിക്കുകയും പാം ജുമൈറയിലെ ഫെയർമോണ്ട് ഹോട്ടലിൽ മിസൈൽ പതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. UAEക്ക് നേരെ മാത്രം 137 മിസൈലുകളും 209 ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധ സേന തകർത്തുവെങ്കിലും അവശിഷ്ടങ്ങൾ വീണ് ജനവാസ മേഖലകളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇറാനിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ബോംബാക്രമണത്തിൽ ഇതുവരെ 201 പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാനിയൻ റെഡ് ക്രസന്റ് അറിയിക്കുന്നത്. 747 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ 24 പ്രവിശ്യകളിൽ ഒരേ സമയം ആക്രമണം നടന്നതോടെ രാജ്യം സ്തംഭിച്ച അവസ്ഥയിലാണ്. വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഈ ഘട്ടത്തിൽ പശ്ചിമേഷ്യ ഒരു സമ്പൂർണ്ണ ചാരക്കൂമ്പാരമാകുമോ എന്ന ഭീതിയിലാണ് ലോകം. ഇസ്രായേലിന് പുറമെ ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ പ്രത്യാക്രമണം നടത്തിയതോടെ മേഖല വലിയൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. 1989 റൂഹുള്ള ഖമേനിയുടെ മരണശേഷമാണ് അലി ഖമേനി അധികാരമേറ്റത്. കഴിഞ്ഞ 36 വർഷമായി ഇറാനിലെ അവസാന വാക്കും ഖമേനിയുടേതായിരുന്നു. വ്യോമഗതാഗതം തടസ്സപ്പെടുക എന്നത് ആദ്യമായി നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ ഏതെങ്കിലും സാങ്കേതിക പ്രകൃതി പ്രതിഭാസങ്ങൾ കാരണമോ അല്ല ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തുകയും ഇറാൻ സമാനമായ രീതിയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മധ്യപൂർവ്വ ഏഷ്യയിലെ ആകാശം ഏതാണ്ട് പൂർണ്ണമായും തന്നെ അടച്ചുപൂട്ടി. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയണമെന്നും യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ സമയാസമയങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയവും ഈ രാജ്യങ്ങളിലുള്ള ബ്രിട്ടീഷ് പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. UAE, ബഹ്റൈൻ, ഇറാഖ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ ആക്രമണത്തെ തുടർന്ന് ആകാശപാത കൊട്ടിയടച്ചു. ഇതോടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടതായി വന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതുമൂലം ദുരിതം അനുഭവിക്കുന്നത്. ഈ മേഖലയിലെ വിവിധ വിമാനത്താവളങ്ങളിലായി ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കിഴക്കൻ അർദ്ധഗോളത്തിലേക്കും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമുള്ള വ്യോമ ഗതാഗതത്തിൽ ഈ മേഖലയ്ക്ക് സുപ്രധാനമായ പങ്കാണുള്ളത്. 2025 ദുബായിലെയും അബുദാബിയിലെയും വിമാനത്താവളങ്ങളിൽ കൂടി മാത്രം 127 മില്യൺ യാത്രക്കാരാണ് കടന്നുപോയതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. അതിനിടയിൽ മധ്യപൂർവ്വ ദേശങ്ങളിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദ് ചെയ്തതായി ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു. റദ്ദ് ചെയ്ത വിമാനങ്ങളിൽ പോകാനിരുന്നവർക്ക് മുഴുവൻ ടിക്കറ്റ് തുകയും തിരികെ നൽകുമെന്നും അറിയിച്ച ബ്രിട്ടീഷ് എയർവേസ് യാത്രാ തടസ്സവുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ താമസിക്കേണ്ടി വരികയോ മറ്റു ചിലവുകൾ ഉണ്ടാകുകയോ ചെയ്താൽ അതും വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് ദുബായിലേക്കുമുള്ള സർവീസുകൾ റദ്ദ് ചെയ്തതായി എമിറേറ്റ്സും അറിയിച്ചു. ഇസ്രായേൽ, ദുബായ്, അബുദാബി, അമ്മാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം മാർച്ച് 7 വരെ റദ്ദ് ചെയ്തിരിക്കുന്നതായി വിസ് എയറും അറിയിച്ചു. അതിനിടെ ലണ്ടനിൽ നിന്നും ദുബായിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയ വെർജിൻ അറ്റ്ലാന്റിക് ഇറാഖ് വ്യോമപാത ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിടാനും തുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ളത് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും ഈ മേഖലയിലേക്കുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ നേരത്തേക്കാണ് എയർ ഇന്ത്യ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. അതിനിടെ മധ്യപൂർവ്വ ഏഷ്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിരവധി യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് പൂർത്തിയാക്കിയവരെ പോലും ബോർഡിംഗ് ഗേറ്റിൽ നിന്നും തിരികെ കൊണ്ടുപോകുകയായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ മധ്യപൂർവ്വ ഏഷ്യ സംഘർഷഭരിതമായതോടെ എഡിൻബർഗിൽ നിന്നും ഖത്തറിലേക്ക് പോവുകയെന്ന വിമാനം പാതി വഴിയിൽ യാത്ര അവസാനിച്ച് തിരികെ പറന്നു. ലോകമെമ്പാടും നിന്നും ഈ മേഖലയിലേക്കുള്ള നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. UAE, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, ലെബനൻ, ഇസ്രായേൽ, ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിലൂടെയുള്ള വ്യോമപാതകൾ പൂർണ്ണമായും അടച്ചപ്പോൾ സൗദി അറേബ്യ ഭാഗികമായി വ്യോമപാതകൾ അടച്ചു. ഹീത്രൂവിൽ നിന്നും പറന്നുയരാൻ റൺവേയിലൂടെ ഓടിയിരുന്ന ഖത്തർ എയർവേസ്
എയർവേസിന്റെ ഒരു വിമാനവും യാത്ര റദ്ദാക്കി. ടെർമിനലിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ടെലവീവിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ബ്രിട്ടീഷ് എയർവേസ് മാർച്ച് 3 വരെ നിർത്തിയിരിക്കുകയാണ്. ബെയ്റൂട്ടിലേക്കും ഒമാനിലേക്കുമുള്ള സർവീസുകളും മാർച്ച് 3 വരെ റദ്ദാക്കിയിരിക്കുകയാണ്. ദുബായിൽ നിന്ന് ദുബായിലേക്കുള്ള എല്ലാ സർവീസുകളും നോർവീജിയൻ എയറും റദ്ദാക്കി. ഇന്നലെ രാത്രി 10 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വെർജിൻ അറ്റ്ലാന്റിക്കിന്റെ ഹീത്രൂവിൽ നിന്നും ദുബായിലേക്കുള്ള VS400 വിമാനവും യാത്ര റദ്ദാക്കി. ഒരു മുൻകരുതൽ എന്ന നിലയിലാണിതെന്നും കമ്പനി വിശദീകരിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ വിദേശി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ചാവേർ ഡ്രോൺ ആക്രമണത്തിൽ ലോക പ്രശസ്തമായ ബുർജ് അൽ അറബ് ഹോട്ടലിനും തീപിടിച്ചു. ദുബായിയുടെ അടയാളമായ ഈ ആഡംബര ഹോട്ടലിന് മുകളിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് അഗ്നിബാധയുണ്ടായതെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ വിനോദസഞ്ചാരികളുടെ പറുദീസയായ പാം ജുമൈറയിലെ ഫെയർമൗണ്ട് ഹോട്ടലിലും ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ പതിച്ചു. ഇവിടെ 4 പേർക്ക് പരിക്കേറ്റതായി വിവരം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുബായിൽ അപ്രതീക്ഷിതമായി എത്തിയ മിസൈലുകളും ഡ്രോണുകളും പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കടുത്ത പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. UAEക്ക് പുറമെ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ മിസൈൽ വർഷം നടത്തി. ബഹ്റൈനിലെ ആഡംബര പാർപ്പിട സമുച്ചയ ഇറ വ്യൂ ടവറിൽ ഡ്രോൺ പതിച്ച് വൻ സ്ഫോടനമുണ്ടായി. ഇവിടെയുള്ള US 5ാം ഫ്ലീറ്റ് ആസ്ഥാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദുബായിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ നിന്നും ആളുകളെ അടിയന്തരമായി ഒഴിപ്പിച്ചു. UAE വ്യോമപാത ഭാഗികമായി അടച്ചതോടെ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി. വിമാനത്തിനുള്ളിൽ കയറിയ യാത്രക്കാരെ പോലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തിരിച്ചിറക്കി. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് വീടുകൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമായിരിക്കാൻ കർശന നിർദ്ദേശം നൽകി. സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും യാത്രാരേഖകൾ തയ്യാറാക്കി വെക്കണമെന്നും എംബസികൾ അറിയിച്ചു. ഖമേനിയുടെ മരണത്തിന് പ്രതികാരമായി ഇറാൻ നടത്തുന്ന ഈ മരണക്കളി ഗൾഫ് മേഖലയെ ഒരു മഹായുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. നിലവിൽ ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലാണ്. ഇന്ത്യ സ്ഥിതിഗതികൾ വീക്ഷിക്കുന്നുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയെ ചാരമാക്കുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും രൂക്ഷമായി വിമർശിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസും രംഗത്ത് വന്നു. ഇറാനിലെ ടെഹ്റാനിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തിയ വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകളുടെയും നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UN സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗത്തിലായിരുന്നു ഗുട്ടറൻസിന്റെ പ്രതികരണം. ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ നയതന്ത്രപരമായ പരിഹാരത്തിലുള്ള ശ്രമങ്ങൾ പാഴാക്കിയെന്നും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഏതായാലും ഗൾഫ് മേഖലയിലുള്ള പ്രവാസികളെല്ലാം തന്നെ ജാഗ്രത പാലിക്കുക. പല മേഖലകളിലും ഇറാന്റെ ഈ ഒരു പ്രതികാര തിരിച്ചടി അത് തുടങ്ങിയിട്ടുണ്ട്. പല മേഖലകളിലും അത് ആഞ്ഞടിക്കുന്നുണ്ട്.